അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. 50,000 സംവത്സരങ്ങളാണ്, 50,000 വർഷമാണ്, 50,000 കൊല്ലമാണ്. കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തി കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പടച്ച റബ്ബ് വിചാരണ ചെയ്യുന്നതായ മഹ്ശറയിലെ ഒരു ദിവസം എന്ന് പറയുന്നതെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യദ്ഖുലു ഫഖറാഉൽ മുസ്ലിമീന അൽ ജന്നത. പാവപ്പെട്ടതാകുന്ന മണ്ണം കുഴിയിലുള്ളതാകുന്ന സഹോദര സഹോദരിമാരെ, വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. പാവപ്പെട്ടതാകുന്ന ജനകോടികൾ മുഴുവനും സ്വർഗത്തിലേക്ക് കടന്ന് അര ദിവസം കൂടി കഴിഞ്ഞിട്ടേ പണക്കാര് സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ. അഥവാ 25,000 കൊല്ലമെങ്കിലും എടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 30, 40, 50, 60, 70 ഈ കൊല്ലം ഈ ദുനിയാവിൽ ജീവിച്ചതിന്റെ പേരിൽ, ഈ ദുനിയാവിൽ നീ സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയതിന്റെ പേരിൽ പാവപ്പെട്ടവന്റെ കണ്ണീരപ്പാതെ, നിരാലംബര കവലംബമാകാതെ, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കാതെ, ഔലിയാക്കൾ ആദരിക്കാതെ, അമ്പിയാക്കൾ അനാദരിച്ചുകൊണ്ട് നടന്നവനല്ലയോ, മഹത്തുക്കൾ അനാദരിച്ചുകൊണ്ട് സമ്പത്ത് ഹറാമായ മേഖലകളിലേക്ക് ചെലവഴിച്ചവരല്ലയോ. വാട്സാപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ എന്ന് വേണ്ട, നിനക്ക് പറ്റുന്ന സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും മഹത്തുക്കളെ കുറിച്ച് മോശമാകുന്ന രീതിയിൽ സമ്പത്ത് ചെലവഴിച്ച് നടന്നവനല്ലയോ. പടച്ച റബ്ബിന്റെ മാർഗത്തിലല്ലാതെ ഹറാമായ തലത്തിലേക്ക് സമ്പത്ത് ചെലവഴിച്ചവനല്ലയോ. ആഖിറത്തിൽ അദാബാണ്, അദാബാണ്. പാവപ്പെട്ടതാകുന്ന ജനകോടികൾ മുഴുവനും സ്വർഗത്തിലേക്ക് കടന്ന് 25,000 കൊല്ലത്തിന് ശേഷമാണ് പണക്കാർക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ പണമുണ്ടായാൽ തീർച്ചയായിട്ടും അദാബാണ്. പണം കൂടി വന്നാൽ വലിയ വിഷയമാണ്. ദുനിയാവിനോടുള്ള അമിതമായ മോഹവും താല്പര്യവും ഉണ്ടായാൽ അത് നമ്മുടെ ആഖിറത്തിൽ ഹിസാബ് കനക്കാൻ കാരണമായി തീരും. അതുകൊണ്ടല്ലേ വെള്ളിയാഴ്ച ദിവസം 2ാമത്തെ റക്അത്തിൽ സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, അവരുടേതാകുന്ന ഹിസാബ് നമ്മുടെ മേലാണ് എന്നർത്ഥം വരുന്ന ആയത്ത് ഓതുമ്പോൾ നമ്മളെല്ലാവരും എന്തു പറയും? അല്ലാഹുമ്മ യസ്സിർ അലയ്യ ഹിസാബി, അല്ലാഹുവേ എന്റെ വിചാരണ നീ എളുപ്പമാക്കി തരണേ അല്ലാ, നീ എളുപ്പമാക്കി തരണേ അല്ലാ. കാരണം മഹ്ശറിൽ ഒരു വ്യക്തിക്ക് ഹിസാബ് കനത്താൽ, ആരൊരുവനെ വിചാരണ കനത്തോ അവൻ അദാബിലാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പ്രത്യേകിച്ച് സമ്പത്തിന്റെ വിഷയത്തിൽ അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് വലിയാകാനുള്ള പരിശ്രമങ്ങൾ ഓവറാക്കണ്ട, കാര്യങ്ങൾ നടന്നു പോയാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വലിയ ധനാഢ്യനാകുക, കോടിക്കണക്കിന് സ്വത്ത് എനിക്ക് വേണം, എനിക്ക് ഈ ദുനിയാവിൽ പാവപ്പെട്ടവൻ അടിച്ചമർത്തപ്പെട്ടു. ദലിത് സമൂഹവും പിന്നോക്ക വിഭാഗത്തിലുമുള്ള ഒരുപാട് പാവങ്ങൾ ഈ ഭൗതികമാകുന്ന ലോകത്ത് ആസ്വദിക്കാതെ, ഭൗതികമാകുന്ന ലോകത്ത് ആസ്വാദനങ്ങളുടെ തിരമാലകൾ തീർക്കാതെ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് നെരിപ്പോടുകൂടിയുള്ള ജീവിതം നയിച്ചു. നല്ല ഒരു വീടില്ല, നല്ലൊരു വാഹനമില്ല, നല്ലൊരു വസ്ത്രമില്ല. ഒരു പുതിയ പെരുന്നാൾ വരുമ്പോ ആ പെരുന്നാളിന്റെ സുദിനത്തിൽ അണിയത്തക്ക വിധത്തിലുള്ള മാന്യമായ ഒരു വസ്ത്രവിധാനം പോലുമില്ലാതെ പ്രയാസം അനുഭവിച്ചതാകുന്ന പാവപ്പെട്ടവന് പിന്നെന്ത് നീതിയാണുള്ളത്? അതുകൊണ്ട് നീതിമാനാകുന്ന പടച്ച റബ്ബ് പണക്കാരുടെ മുഴുവൻ വിചാരണ കഴിഞ്ഞിട്ട് മഹ്ശറയിൽ പാവപ്പെട്ട